അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടി എന്നവൻ ഓർക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരപ്പന് തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നുന്നത് പോലെയാണ് ദൈവത്തിന് നമ്മോട് കരുണ തോന്നുന്നത്. അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നാം കാണുന്നത് കാൽവറിയിലാണ്. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പകരമായി മരിച്ചു. പാപത്തെയും മരണത്തെയും ജയിച്ചു. ശത്രു നിങ്ങളുടെ നേരെ കുറ്റം ആരോപിക്കാതെ, നിങ്ങളെ കുറ്റപ്പെടുത്താതെ, ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഒരു നാളും അകന്നു പോകാതിരിപ്പാൻ ദൈവം നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങി. ജീവിതകാലം മുഴുവൻ ചെയ്ത പാപത്തിന് ഒരു ശമ്പളമേ ഉള്ളൂ, മരണമാണ്. പാപം നിമിത്തം ഒരു ജീവിതം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ശമ്പളമായിരുന്നു മരണം. അത് നമ്മുടെ കർത്താവ് ഏറ്റുവാങ്ങി. അതെ, ഇനി നീ മരിക്കേണ്ട. നിന്നെ മരണത്തിന് ദൈവം വിട്ടുകൊടുക്കില്ല. നിന്നെ കുറ്റപ്പെടുത്താൻ പിശാചിനെ അനുവദിക്കുകയുമല്ല. യേശുവിൻ്റെ സ്നേഹം നിന്നെ തിരിച്ചു പിടിക്കും. ദൈവത്തിന് നിന്നോട് കരുണയുണ്ട്. ആ കരുണയുടെ ആഴം എത്ര വലുതെന്ന്, ആ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതെന്ന് ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും നീ കാണാൻ പോവുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചു. നിന്നെ നഷ്ടപ്പെടുത്തിയിട്ട് നിന്റെ പിതാവിനൊരു സന്തോഷം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇല്ല, നിന്നെ നഷ്ടപ്പെടുത്തില്ല. നിന്നെ നഷ്ടപ്പെടുത്താനല്ല അവൻ വന്നത്, സ്വന്തമാക്കാനാണ് വന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ശക്തമാകുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതെ, വീഴ്ചകൾ വന്നിട്ടുണ്ട്. എങ്കിലും നീ അധൈര്യപ്പെടണ്ട, നീ പിന്മാറണ്ട. യേശുവിൻ്റെ സ്നേഹം നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. അവൻ ആദ്യം എങ്ങനെ നമ്മെ സ്നേഹിച്ചു, അതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. സമൂഹത്തിൻ്റെ നടുവിൽ നാം ഏറ്റവും അവഗണിക്കപ്പെട്ട സമയത്ത്, വെറുക്കപ്പെട്ട സമയത്ത് നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചെങ്കിൽ ഇന്നത്തെ നിന്റെ വീഴ്ചയിലും ആ സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല. അവൻ നിന്നെ തിരിച്ചു പിടിക്കുന്ന പകലാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.